ഗാസയിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയേകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ച. യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നോട്ടുവെച്ച 20 നിർദ്ദേശങ്ങൾ നെതന്യാഹു അംഗീകരിച്ചു. നിർദ്ദേശങ്ങൾ പരിശോധിച്ച് ഹമാസും നിലപാടറിയിക്കും. പദ്ധതി ഹമാസ് നിരസിച്ചാൽ ഇസ്രായേൽ ജോലി പൂർത്തിയാക്കുമെന്ന് നെതന്യാഹു വെല്ലുവിളിച്ചു. ഇരുവിഭാഗവും കരാർ അംഗീകരിച്ചാൽ യുദ്ധം ഉടൻ അവസാനിക്കും. ഇസ്രായേൽ പ്രത്യക്ഷമായി കരാർ അംഗീകരിച്ച് 72 മണിക്കൂറിനകം മുഴുവൻ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഗാസയുടെ പുനർനിർമ്മാണത്തിന് ട്രംപിന്റെ അധ്യക്ഷതയിൽ ഇടക്കാല രാജ്യാന്തര സമിതി രൂപീകരിക്കും. സൈനിക നടപടികൾ അവസാനിപ്പിക്കുക, ഗാസയിലേക്ക് ഉടനടി സഹായം എത്തിക്കുക എന്നതും നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നു. ഹമാസിനും മറ്റ് ഭീകര സംഘടനകൾക്കും സമിതിയിലോ ഗാസയുടെ ഭാവി ഭരണത്തിലോ നേരിട്ടോ അല്ലാതെയോ ഒരു നിലയിലും യാതൊരു പങ്കും ഉണ്ടാകില്ല. ഗാസയിലെ സഹായ വിതരണം UN, റെഡ് ക്രസന്റ് ഉൾപ്പെടെ ഏജൻസികൾ നടത്തും. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി പിന്മാറും. പാലസ്തീൻ പ്രദേശങ്ങൾ താൽക്കാലികമായി ഭരിക്കുന്നതിന് നോൺ പൊളിറ്റിക്കൽ സമിതി രൂപീകരിക്കും എന്നിങ്ങനെയാണ് ട്രംപിന്റെ 20 നിർദ്ദേശങ്ങൾ. ഗാസ വിട്ടുപോകുവാൻ ആരെയും നിർബന്ധിക്കില്ലെന്നും എന്നാൽ പോകാൻ തീരുമാനിക്കുന്നവരെ അതിന് അനുവദിക്കുമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. എന്നിരുന്നാലും ഗാസ മുൻപിൽ നിൽക്കാൻ തന്നെ ഗാസക്കാരെ പ്രേരിപ്പിക്കും. അവിടെ നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കുവാനുള്ള അവസരം നൽകുമെന്നും പദ്ധതിയിൽ പറയുന്നു. അയൽ രാജ്യങ്ങൾക്ക് ഭീഷണിയില്ലാത്ത തീവ്രവാദ വിമുക്ത മേഖലയായി ഗാസ മാറും. ഗാസയെ പുനർവികസിപ്പിക്കും. എല്ലാ ബന്ദികളെയും ഹമാസ് വിട്ടയച്ചാൽ 250 ജീവപര്യന്തം തടവുകാരെയും 2023 ഒക്ടോബർ 7 ശേഷം തടവിലാക്കിയ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ 1700 ഗാസക്കാരെയും ഇസ്രായേൽ കൈമാറും. ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടാൽ ഹമാസ് ആയുധങ്ങൾ ആംനസ്റ്റിക്ക് കൈമാറുമെന്നും ട്രംപിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അടുത്താണ് തങ്ങളുള്ളതെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപും നെതന്യാഹുവും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപിന്റെ പ്രതികരണം. സമാധാനത്തിന്റെ ചരിത്ര ദിനമെന്നായിരുന്നു കൂടിക്കാഴ്ച നടന്ന ദിനത്തെ ട്രംപ് വിശേഷിപ്പിച്ചത്. ഹമാസും നിർദ്ദേശങ്ങൾ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. ഹമാസ് പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ നെതന്യാഹു എന്താണ് തീരുമാനിക്കുന്നത് അതിന് പിന്തുണ നൽകുമെന്നും ട്രംപ് പറഞ്ഞു. പ്രധാനമന്ത്രി നെതന്യാഹുവിന് പാലസ്തീൻ രാഷ്ട്രത്തെ എതിർക്കുന്നതിന് കൃത്യമായ ധാരണയുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടിനെ ഞാൻ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഇന്ന് അദ്ദേഹം ചെയ്യുന്നത് ഇസ്രായേലിന്റെ നല്ലതിനാണെന്നും ട്രംപ് പറഞ്ഞു. തങ്ങളുടെ യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ സഹായിക്കുന്ന ട്രംപിന്റെ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് നെതന്യാഹുവും പ്രതികരിച്ചു. എന്നാൽ ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയുടെ നിർദ്ദേശങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നായിരുന്നു ഹമാസ് പ്രതിനിധി മഹ്മൂദ് മർദാവി അന്താരാഷ്ട്ര മാധ്യമത്തോട് പറഞ്ഞത്. അതേസമയം ചർച്ചകൾക്കിടയിലും ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ 39 പേർ കൂടി കൊല്ലപ്പെട്ടിരുന്നു.